79 കലാസമിതി അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ ലഘുനാടകം ഇന്ന് അഭിമാന പുരസ്സരം നിങ്ങളുടെ മുൻപിൽ അരങ്ങേറുകയാണ്. ഒരു വ്യാജ വൈദ്യശാലയെ കേന്ദ്രബിന്ദുവാക്കി അതിൽ കൂടി കടന്നു പോകുന്ന ഗ്രാമീണ ജീവിതങ്ങളെ ഞങ്ങൾ ഹാസ്യാത്മകമായി ഈ നാടകത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. കേരളത്തിന്റെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ നാടകത്തിന്റെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരെങ്കിലുമായി ഈ കഥയ്ക്ക് സാമ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ്. കഥയുടെ രചനയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ സഹപാഠിയും നിർമ്മാതാവും സിനിമാ നടനും തിരക്കഥാകൃത്തും എഴുത്തുകാരനും അമേരിക്കൻ വ്യവസായിയും സർവോന്മുഖ പ്രതിഭയുമായ നമ്മുടെ സ്വന്തം തമ്പി ആന്റണി. രംഗാവിഷ്കാരം നിർവഹിച്ചിരിക്കുന്നത് നിങ്ങളുടെ സഹപാഠി ജേക്കബ് ജി തോമസ്. അരങ്ങിൽ സുധാകരൻ, ഗായത്രി, പ്രീത, സോമൻ, ജേക്കബ്, രാധാകൃഷ്ണൻ, സുനിൽ, സണ്ണി. കഴിഞ്ഞ നാടകങ്ങൾക്ക് നിങ്ങൾ നൽകിയ പ്രചോദനം ഉൾക്കൊണ്ടും നിങ്ങളുടെ നിർലോഭമായ പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം ഡോക്ടർ ദൈവസഹായം. നിയമാനുസൃതമായ മുന്നറിയിപ്പ്: അമിത മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അടുത്ത ബെല്ലോടുകൂടി ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. ദുഃഖങ്ങൾക്ക് ഇന്നു ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. ആരെങ്കിലും വിളിച്ചോ കുട്ടപ്പ? റിസീവർ മാറ്റി വെച്ചിട്ടല്ലേ അവന്റെ ഒടുക്കത്തെ ഒരു ഡിസ്കോ ഡാൻസ്. അതാ കടുവാവാസുവിനെ പേടിച്ചിട്ടാ. അവനിപ്പം ദേവകി അമ്മയുടെ ഗുണ്ടയല്ലേ. ഇന്ന് പാലാത്ത അവണ വാടകയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു. ദൈവസ്ഥലത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. വേറെ ആരെങ്കിലും വിളിച്ചോ? വാടകയെങ്കിലും ഒപ്പിക്കണമല്ലോ. ഇങ്ങനെ പോയാൽ വേറെ വല്ല ബിസിനസ് നോക്കേണ്ടി വരും. ആരും വിളിച്ചിട്ടില്ല. അപ്പോഴാ ഒരു ഓണത്തിന് പാട്ട് വെച്ചത്, ഒരു അമേരിക്കൻ സ്റ്റൈൽ. അവിടെയൊക്കെ പിറ്റേന്നാ പാട്ട് വരുന്നെന്നാ നമ്മുടെ അമേരിക്കൻ അച്ചായൻ പറയുന്നത്. നമ്മളിങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ മതിയോ? വാടക കൊടുക്കാനുള്ള വഴികൾ ആലോചിക്കണം. ഈ വൈദ്യശാല ഒന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കുക. നമുക്ക് നമ്മുടെ പുതിയ അരിഷ്ടം ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? നീ ഒരു പാടൻ പാട്ടും കൂടെ വെക്കാം. ഡോക്ടറെ, ഇത് നമ്മുടെ പുതിയ അരിഷ്ടമാ, മതിലുചാരി. അമേരിക്കൻ അച്ചായന് പറ്റിയ സാധനമാണ്. ദുഃഖങ്ങൾക്ക് ഇന്നു ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. ദുഃഖങ്ങൾക്ക് ഇന്നു ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. വിധിയും ഞാനും ഒരു കൂടു ചേട്ടുമായി വിളയാടാനിരിക്കുന്നു. വേഗം ഫോൺ എടുക്ക്. കടുവാ വാസുവാ. ദൈവസഹായം വൈദ്യശാല. ഹലോ ഹലോ ഹലോ, ഒന്നും കേൾക്കുന്നില്ല. ദൈവമോ? ഡോക്ടർ സ്ഥലത്തില്ല. അയ്യോ, ചതിക്കല്ലേ വാസുവേട്ടാ. ഇത് ഞാനാ, കുട്ടപ്പൻ. കുട്ടപ്പൻ കുളിക്കണവൻ. ഞാൻ ഇവിടെ തനിച്ചേ ഉള്ളൂ. ദൈവം വന്നാൽ ഉടൻ ഞാൻ വിളിക്കാം. എന്താ കുട്ടപ്പ, കുഴപ്പമായോ? ആകെ കുഴപ്പമാ. ഇടി വെട്ടിയവനെ പാമ്പും കൂടി കടിച്ച അവസ്ഥയിലായി. വിഷപ്പാമ്പാ വാസു. ചുമ്മാതല്ല അവന്റെ കെട്ടിയോൾ ഇട്ടേച്ചു പോയത്. കൂട്ടി മുങ്ങിയാലോ ഡോക്ടറെ? ഒന്ന് തെളിച്ചു പറ കുട്ടപ്പ. കണ്ടിട്ട് ആ കടുവാ വാസു ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുമെന്നാ തോന്നുന്നേ. 6 മാസത്തെ വാടക കുടിശ്ശികയാ. ദേവകിയമ്മ ഇപ്പം അവനെയാ പിടിച്ചിരിക്കുന്നേ.
ഏതോ കുത്തുകേസിൽ ദേവകിയമ്മയാണ് അവനെ ജാമ്യത്തിൽ ഇറക്കിയത്. ആ കണാരന്റെയും സഹായം ഉണ്ടെന്നാ കേൾക്കുന്നത്. നീ പുറത്തേക്കൊന്ന് നോക്ക്, ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ നോക്ക്. വാടകയെങ്കിലും കൊടുക്കണ്ടേ? വല്ല അമേരിക്കക്കാരോ ഗൾഫുകാരോ അല്ലെങ്കിൽ ബിസിനസ്സുകാരോ തടഞ്ഞാൽ മതിയായിരുന്നു. 1 കൊല്ലത്തെ വാടക എങ്ങനെയെങ്കിലും ഒപ്പിക്കണം, അല്ലെങ്കിൽ വേറെ പണി നോക്കേണ്ടി വരും. എന്താ ദേവകിയമ്മേ, പ്രത്യേകിച്ച് സുഖമല്ലേ? അതെ, അല്പസുഖം കുറവാ. നീ അല്ലേ പറഞ്ഞത് ഡോക്ടർ ഇവിടെ ഇല്ലെന്ന്? ഈ ഇരിക്കുന്ന ഡോക്ടറുടെ പ്രേതമാണോടാ? 2 പേരോടുമായിട്ട് പറയുക എന്റെ വാടക ഇന്ന് കിട്ടണം. 6 മാസത്തെ കുടിശ്ശികയാ. പണത്തിന് അല്പം ഞെരുക്കമുണ്ട് ദേവകിയമ്മേ. ഞങ്ങളുടെ ചില മരുന്നുകൾക്ക് പ്രിയം കൂടി വരുന്നുണ്ട്. അവേ, എല്ലാം ഈ നാട്ടിൽ പാട്ട. അകത്താകാതെ നോക്കിയാൽ കൊള്ളാം. ഈ ഡോക്ടറിന്റെ എന്താണ്? ദേവകിയമ്മ കേട്ടില്ലേ? നമ്മുടെ ഗവൺമെന്റ് വരെ കടത്തിലാണ്. ഞങ്ങൾക്ക് സ്വല്പം സാവകാശം തരണം. ഗവൺമെന്റിന് കേന്ദ്രത്തിൽ പോയി തണ്ട കടമെടുക്കാം. ഈ ദേവകിയമ്മയ്ക്ക് അതൊന്നും പറ്റില്ലല്ലോ. ഡോക്ടറെ, മുട്ടാപ്പോക്ക് പറയാൻ എന്നെ കാശ് എടുക്കും ഡോക്ടറെ. ഈ വൈദ്യശാലയാണേ സത്യം. കാശ് ഞങ്ങൾ ഉടനെ തരാം. ദേവകിയമ്മയ്ക്ക് ഇപ്പൊ പോകും. നാണമില്ലേ ഡോക്ടറെ? മരുന്നിന്റെ പേരും പറഞ്ഞ് ഏതാണ്ടൊക്കെ കൊടുത്ത് കാശുണ്ടാക്കുന്ന വൈദ്യശാലയുടെ പേര് സത്യം ചെയ്യാൻ. നിങ്ങൾക്ക് വാടകയ്ക്ക് എന്ന് എന്നെ വേണം പറയാൻ. ഇപ്പോ ഞാൻ പോകുന്നു. ഞാൻ ഒന്നുകൂടി വരും, ചെവിയെ വിളിക്കും. ബോർഡ് മാറ്റി വല്ല സുഖ ചികിത്സയെന്നോ മാസേജ് സെന്റർ എന്നോ ഒക്കെ ആക്കിയാലോ? അതിനിപ്പോ നല്ല ഡിമാൻഡാ. 2 നേപ്പാളി സുന്ദരികളെ കൂടി വെച്ചാൽ ആൾക്കാർ ഇടിച്ചു കേറും. നിന്റെ ഐഡിയ കൂതറയാണെങ്കിലും കേൾക്കാനൊരു സുഖമുണ്ട്. തൽക്കാലം നമുക്ക് ഇതേ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കാം. കണ്ടാൽ അറിയാത്ത പിള്ള കൊണ്ടാൽ അറിയും. നീ വല്ലതും പറഞ്ഞു. ഒരു കാര്യം ഓർത്തോ, ഞാൻ അകത്തായാൽ നീയും കൂടെ കാണും. ഏത് നേരത്താണോ ഇയാളുടെ കൂടെ കൂടാൻ തോന്നിയത്? ഒരു മഴയെങ്കിലും പെയ്തിരുന്നെങ്കിൽ വല്ല വയറിളക്കമോ ജലദോഷമോ ആയിട്ടെങ്കിലും ആരെങ്കിലും വന്നേനെ. അല്ല, ഇതാര് നമ്മുടെ കണാരൻ സാറല്ലേ? സാറെന്താ തലയിൽ മുണ്ടിട്ട് വരുന്നത്? തനിക്കെന്നെ മനസ്സിലായല്ലോ, സന്തോഷം. അതെ, എന്നെ കണ്ടാൽ സഹായം ചോദിച്ച് പുറകെ വരും. അതാ തലയിൽ മുണ്ടിട്ട് നടക്കുന്നത്. അല്ലാതെ തല്ലുകൊള്ളാതിരിക്കാനല്ല. ഡോക്ടറെ, എന്നെ ഒന്ന് രക്ഷിക്കണം. ആകെ ടെൻഷനാ. ഭരണം വിട്ടിട്ട് ഇരിക്കാൻ സമ്മതിക്കണില്ല. ടെൻഷൻ കുറയ്ക്കാനുള്ള മരുന്ന് വല്ലതും? കണാരൻ സാറിന് പറ്റിയതൊന്നും ഇവിടെ ഇല്ല. പണ്ട് തന്നെ ആനമയ്ക്ക് ഗുൽഗുലാതേരിഷ്ടം മതി. ഒട്ടപ്പാ, ആ ഗുൽഗുലാതി 2 ഔൺസ് സാറിന് കൊടുക്കാൻ ഇത്തിരി ആനമയക്ക് കൂടെ ചേർത്തു. സാറേ, ഇത് കുടിച്ചാൽ ചെറിയ തലചുറ്റലൊക്കെ തോന്നും. സാരമില്ല, പിന്നെ ടെൻഷൻ അറിയുകയില്ല. എടാ കുട്ടപ്പ, നീ ആ അരിഷ്ടത്തിൽ ഇത്തിരി ശക്കീലയും കൂടി ചേർത്തോ, ഒരു സുഖം കിട്ടട്ടെ. ഡോക്ടറെ, ഇത് കുടിച്ച് ഞാൻ തട്ടിപ്പോകത്തൊന്നുമില്ലല്ലോ അല്ലേ? കണാരൻ സാർ ധൈര്യമായിട്ടിരിക്കുക, ഞാനില്ലേ ഇവിടെ. കണാരൻ സാറിന് എന്താ ഇത്ര ടെൻഷൻ? രാഷ്ട്രീയക്കാർക്കൊക്കെ ഇപ്പൊ നല്ല കോളല്ലേ? എടാ കുട്ടപ്പ, ഈ ചാനലുകാരെ പറഞ്ഞുകൊണ്ട് നടക്കുന്നൊന്നും കേൾക്കുന്നില്ലേ? ഖജനാവിൽ പൂച്ച വെട്ടുകളെത്തിയ പണവും കോൺട്രാക്റ്റും കോൺട്രാക്ടർമാരും ഒക്കെ ഉണ്ടെങ്കിലേ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. കണാരൻ സാർ ഒരു മന്ത്രിയായിട്ട് വേണം എനിക്ക് ഈ പ്രസ്ഥാനമൊക്കെ ഒന്ന് വിപുലപ്പെടുത്താൻ. അതെങ്ങനെയാ? ഞാൻ ജയിക്കുമ്പം പാർട്ടി തോൽക്കും, പാർട്ടി ജയിക്കുമ്പം ഞാൻ തോൽക്കും. ജയിക്കുന്ന പാർട്ടിയുടെ കൂടെ മാറി മാറി നിൽക്കേണ്ട ഗതികേടില്ല ഇപ്പം. ജൂൺ 4-ാം തീയതി അറിയാം കണാരൻ ഏത് പാർട്ടിയിലാണെന്ന്. എന്നും ജയിക്കുന്നവരുടെ കൂടെ നിന്നല്ലേ പരിചയം. അതിന് നിന്റെ ഗുണവധികാരം ഒന്നും വേണ്ട, ഞാൻ തീരുമാനിച്ചോളാം. അരിഷ്ടം പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നത്. ഞാൻ പോട്ടെ. കുട്ടപ്പ, എന്നാ ഇതിരിക്കട്ടെ. ഇതാ ഡോക്ടറെ കണാരൻ സാറിന്റെ പിച്ചിക്കാശ്. ഇങ്ങനെ പോയാൽ നമ്മൾ പിച്ച എടുക്കേണ്ടി വരും. എന്റെ മാതാവേ, അതിയാന്റെ തലയിൽ ഇടുക്കി വീണേ. എന്താ ഡേസി, എന്താ പ്രശ്നം? അതിയാനിപ്പോ ഡോക്ടറിന്റെ ഏതാണ്ട് ഒരു അരിഷ്ടമില്ലാതെ പറ്റത്തില്ല. ഞാണ്ടേ എന്റെ പിറകെ വേച്ചു വരുന്നുണ്ട്. വല്ല വണ്ടിയും വന്ന് മുട്ടുമോന്നാ എന്റെ പേടി. നമ്മുടെ അരിഷ്ടത്തിന് ഇപ്പം പ്രിയമേറി വരുന്നുണ്ട്.
നമ്മുടെ അമേരിക്കക്കാരനല്ലേ, പരിഹാരം ഉണ്ടാക്കാം. ആ അരിഷ്ടത്തിന്റെ ഒരു 3-4 കുപ്പി ഇങ്ങ് തന്നേക്ക്. അതിയാന്റെ ഇടി കൊണ്ട് ഞാൻ മടുത്തു. അരിഷ്ടമാണെന്ന് കരുതി ഒരു കൺട്രോളൊക്കെ വേണം കേട്ടോ. ഒരുപാട് കുടിച്ചാൽ പ്രശ്നമാവും. ചിലപ്പോൾ ഉറങ്ങിയാ പിന്നെ ഉണർന്നില്ലെന്നും വരും. ഓ എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. നിന്റെ കരുനാക്കാണോടാ കുട്ടപ്പ? വേഗം മരുന്നങ്ങ് എടുക്ക. അച്ഛൻ ഇപ്പൊ എത്തും. അമേരിക്കൻ ഭ്രാന്ത് മൂത്ത് കെട്ടിയതല്ലേ, സഹിച്ചു. ഞാൻ അന്നേ വേണ്ടാന്ന് പറഞ്ഞതല്ലേ ഡേസി മോളെ. ഡേസി മോളോ? ഞാൻ എന്നാടോ തന്റെ മോളായത്? തന്റെ കെട്ടിയോളെ വിളിച്ചാൽ മതി മോളേന്ന്. ശൃംഖരിക്കാതെ വേഗം മരുന്നെടുക്കണോ? ചുമ്മാതല്ല കെട്ടിയോന്റെ തല്ലുകൊള്ളുന്നത്, ഇതല്ലേ കയ്യിലിരിപ്പ്. താൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കണ്ട കുളിക്കടവിൽ ഒളിഞ്ഞ നോട്ടത്തിന് കിട്ടിയ തല്ലൊന്നും പോരായിരിക്കും. കുട്ടപ്പൻ കുളിക്കടവിൽ, നല്ല പേര്. നീ എന്താടി വരുമ്പെട്ടോളെ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുവാണ്? എനിക്കെതിരെ വല്ല ഗൂഢാലോചനയുമാണോ? എല്ലാത്തിനെയും ഞാൻ അകത്താക്കും. ഞാനും കുറച്ച് വക്കീലിന് പഠിച്ചതാ. ഓ എന്റെ മാതാവേ, ഇത് ഞാൻ ഇങ്ങനെ ലക്കും ലഗാനും ഇല്ലാതെ പുലമ്പിക്കൊണ്ടിരിക്കും. കയ്യിലിരിക്കൊണ്ട് കോളേജിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് ഞാൻ പിന്നീടല്ലേ അറിഞ്ഞത്. എന്നിട്ടാണ് ഇപ്പൊ വക്കീല്. നീ അങ്ങനെ പലതും അറിയും. ബാക്കി ഞാൻ വീട്ടിൽ വരുമ്പം കാണിക്കാതെ. പിന്നെ കൊടുത്തു. ആദ്യം നേരെ നിൽക്കാൻ നോക്ക് മനുഷ്യനെ. ഇടിയാന്റെ കൂടെ കൂടി അന്ന് തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. അമേരിക്കയിൽ ജോലിയാണ്, കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് കെട്ടിയതാ ചതിയൻ. മാതാവേ, എന്റെ ജീവിതം കട്ടുപോവുകയായി. അച്ചായോ, അമേരിക്ക എന്നാണോ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ മേരിക്കുട്ടി എന്നാണോ ഉദ്ദേശിച്ചത്? എടാ കുട്ടപ്പ, നിന്നെയൊക്കെ അകത്താക്കാനുള്ള വേലകൾ എൻ്റെ കയ്യിലുണ്ട്. ഈ അരിഷ്ടത്തിന്റെ കാര്യം ഓർത്തിട്ടാ ഞാനത് ചെയ്യാത്തത്. സൂക്ഷിച്ചോ. എടാ, ഒത്താൽ ഞാൻ അടുത്ത പഞ്ചായത്ത് മെമ്പറാ. നേരെ നിൽക്കാൻ കേൾപ്പില്ലാത്ത ഇങ്ങനെയാണ് പഞ്ചായത്ത് മെമ്പർ ആകാൻ നടക്കുന്നത്. സ്വന്തം നില മനസ്സിലാക്കുക മനുഷ്യ. പിന്നെ അല്ലവലാതി മേരിക്കുട്ടിക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട്. കുട്ടപ്പ, നീ ആ അരിഷ്ടത്തിൽ കുറച്ച് അച്ചായൻ ഉഷാറാകട്ടെ. കുട്ടപ്പ, ആ മതില് ചാരി ചേർത്തൊരു അരിഷ്ടം അച്ചായന് കൊടുക്കാൻ. എൻ്റെ ഡോക്ടറെ, ഈ ഒരു അരിഷ്ടമാണ് എനിക്കൊരു ആശ്രയം. ആ വന്ന് ഈ പരുവായി. എന്തുവാടാ ഇത്രയും ചെറുത്? ഇതന്നെ എനിക്ക് മൂക്കിൽ ഒഴിക്കാനോ? അച്ചായ ഇത്തിരി വീര്യം കൂടിയതാ. അച്ചായന് സ്പെഷ്യൽ. ഇങ്ങ് കൊണ്ടുവാ, കണ്ണിലേക്ക് ഒഴിച്ചോ. വെറുതെ വാ മെനക്കെടുക്കണ്ട. എടീ, നീ ഇനി വീട്ടിൽ പൊക്കോ. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പം ഒരു ഡോസ് കൂടെ കൊടുക്കണം. എല്ലാം കൂടി 2500 രൂപ കൊടുത്തേക്കാം. എന്റെ മാതാവേ, 2500? അത് ഇത്തിരി കൂടുതലാ. അത് ഞാനൊരു സമാധാനം ആകൂലോ. ഞാൻ പോട്ടെ. വീട്ടിൽ എന്നെ കാണാതെ അങ്ങേറ്റ തള്ള തൊള്ള തുറക്കുന്നുണ്ടോ? എൻ്റെ ഒരു യോഗം. ഇനി അതിയാൻ ഏത് മതിലും ചാരി നിൽക്കുന്നുണ്ടോ എന്തോ. സമാധാനമായി, ഇന്നത്തേക്കുള്ളതായി. പുറത്തെന്തോ ഒച്ച കേൾക്കുന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഒരു പോലീസുകാരൻ വരുന്നു. മിസ്റ്റർ ദൈവമല്ലേ? അല്ല സാർ, ഡോക്ടർ ദൈവം. ഞാൻ ഡോക്ടറിന്റെ സഹായി കുട്ടപ്പൻ. തന്നോട് ചോദിക്കുമ്പോ പറഞ്ഞാ മതി. നിങ്ങളെ പറ്റി ഒരു പരാതിയുണ്ട്, അന്വേഷിക്കാമെന്നതാണ്. സാറിന് എന്ത് വേണമെങ്കിലും അന്വേഷിക്കാമല്ലോ സാറേ. ഇരിക്കും. നിങ്ങൾ ഡോക്ടറാണോ? അതെ സാർ, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഏത് കോളേജിലാ പഠിച്ചത്? അത് പറയടാ. അത് തപാൽ വഴിയാ സാറേ. എന്നോട് പറഞ്ഞാലാണ് മിണ്ടരുതെന്ന്. ഇനി വാ തുറന്നാൽ എടുത്ത് അകത്തിടും. അതെ സാർ, തപാൽ വഴിയാ. ഓ, കറസ്പോണ്ടൻസ് കോഴ്സ്. എത്ര കാലം പഠിച്ചു? 3 മാസം. 3 മാസത്തെ പഠിത്തം കൊണ്ടൊരു ഡോക്ടർ. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു സാറേ. പണം കൊടുത്ത് ആർക്കും മേടിക്കാവുന്ന ഡിഗ്രി. ആ കണാരം വഴി വല്ലതും ആണോടാ? എന്താ ഇതിന്റെ അർത്ഥം? MD, മെഡിക്കൽ ഡോക്ടർ. തനിക്ക് മണി കൊടുത്താൽ കിട്ടുന്ന ഡിഗ്രി എന്നാണ് ചേരുക. ആട്ടെ, അതിന്റെ മുൻപിലത്തെ അക്ഷരം ഒരു അക്ഷരം കൂടി ഉണ്ടല്ലോ.
അത് എ എന്ന, അതായത് ആയുർവേദം. മനുഷ്യരെ പറ്റിക്കാൻ ഓരോ ഉടായ്പകളെ, കുതിര നിമിത്തം ബഹുരുത വേഷം. വയറ്റിപ്പഴപ്പല്ലേ സാറേ? ഇവിടെ വിൽക്കുന്ന മരുന്നുകളിൽ ലഹരിയുടെ അംശം കൂടുതലുണ്ടെന്നാണുള്ള പരാതി. നേരാണോടാ? വെറുതെയാ സാറേ, ഈ ഇംഗ്ലീഷ് മരുന്നുകാര് പറഞ്ഞു പരത്തുന്ന നുണയാ. ഞാനൊന്ന് പരിശോധിക്കട്ടെ. എന്താ മുട്ടപ്പ, പ്രശ്നമായോ? വരുന്നിടത്ത് വെച്ച് കാണാം സാറേ. മൂക്കോളം മുങ്ങിയാ പിന്നെ 3 ആണോ 4 ആണോ എന്ന് നോക്കണം. അരിഷ്ടങ്ങളുടെയും ലേഹ്യങ്ങളുടെയും പുറകെയുള്ള കുപ്പികളിൽ എന്താടാ മതിലുചാരി, നാണം കുണിഞ്ഞി, മധുവിധു, യേശുക്രിസ്തു, ആനമയക്കി, ഷക്കീല, ചാന്തുവിട്ട് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ഇങ്ങനെ പേരുള്ള കുപ്പികൾ ഷാപ്പുകളിലല്ലേ കണ്ടിട്ടുള്ളൂ. അയ്യോ സാറേ, അതൊക്കെ ഞങ്ങൾ മരുന്നുകളിൽ വീര്യം കൂട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാ. ഹോമിയോ മരുന്നുകളിലൊക്കെ അങ്ങനെയല്ലേ സാറേ? സാറിന് ഞങ്ങളുടെ വിപ്ലവാരിഷ്ടം സ്വല്പം ചാന്തുപോട്ട് ചേർത്ത് തരട്ടെ, സാറിന് ഇഷ്ടപ്പെടും. രഹസ്യമായിരിക്കണം, തൊപ്പി ധരിക്കുന്ന പണിയാ. ഇവിടെ രഹസ്യക്കാര് മാത്രമേ വരാറുള്ളൂ സാറേ. അത് നീ എനിക്ക് കിട്ടുന്ന ഊതിയതാണല്ലോ. എന്നോട് ഇമാതിരി ഊള തമാശയും കൊണ്ടുവന്നാണല്ലോ, രണ്ടിനെ ഞാൻ പൊക്കി അകത്തിടും. മര്യാദയ്ക്ക് ഒഴിക്കടാ. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ചാന്തുപൊട്ട് വിപ്ലവാരിഷ്ടം. എടാ കുട്ടപ്പ, സാറിനൊരു പാട്ട് കൂടെ വെച്ചു. എന്തെങ്കിലാട്ടെ. എടാ, ഒരെണ്ണം കൂടെ ഒഴിക്ക്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പാട്ടും ചികിത്സയും ഒക്കെ ആയിക്കോ, സൂക്ഷിച്ചും കണ്ടും വേണം. എനിക്ക് പണി ഉണ്ടാക്കരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും അന്വേഷിക്കാൻ. ഒരു മാരണം തൽക്കാലം മാറിക്കിട്ടി. ഡോക്ടറെ, നമ്മുടെ കള്ളക്കളികളെല്ലാം പുറത്താകുമെന്നാ തോന്നുന്നേ. കുറച്ചുകൂടി സൂക്ഷിക്കണം. കുട്ടപ്പ, അയ്യോ, ഓടി വരണേ, എന്നെ തല്ലി കൊല്ലുന്നേ. ഓ എടാ കുട്ടപ്പ, നീ ഇവിടെ വിളിച്ചിരിക്കുകയായിരുന്നല്ലേ? ദേവകിയമ്മ, കിട്ടിയതൊക്കെ ആ ബുക്കിൽ വെച്ചിട്ടുണ്ട്. അവനെവിടെ ആ കടുവ? ക്ഷമിക്കണം ചേച്ചി, ഇത്തിരി വെള്ളം ചോദിച്ചപ്പോ ആ കുട്ടപ്പൻ എടുത്ത് തന്നതാ. ഓ എന്തൊരു വീര്യ അതിന്, ഒരു മയക്കോവിടെ വരല ചേച്ചി. എഴുന്നേറ്റ് പോടാ എണ്ണം കെട്ടവനെ. അവനെവിടെയാ കുട്ടപ്പൻ? അവനെ ഒന്ന് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അയ്യോ തന്നല്ലേ ചേച്ചി, ഞാൻ പാവമാ, വേണ്ട. നിനക്കിട്ട് രണ്ടെണ്ണം തന്നെ ഞാൻ കുറെ നാളായി ഓങ്ങിയിരിക്കുകയായിരുന്നു. അയ്യോ വേണ്ട, മതി ചേച്ചി, ആ ഡോക്ടർക്ക് നാടി കൊടുക്ക്. ഓ എന്റെ ഡോക്ടറെ, ഡോക്ടറുടെ കൈപുണ്യം അത്ഭുതം തന്നെ. വയ്യാതെ കിടന്ന അമ്മച്ചിക്ക് ഞാൻ അരിഷ്ടം ഒരിത്തിരി കൊടുത്തു. അയ്യോ, എന്നിട്ട് അമ്മച്ചിക്ക്? ഓ ഒരു കുഴപ്പമില്ല. വയ്യാതെ കിടന്ന അമ്മച്ചി എണീറ്റ് കഞ്ഞി കുടിച്ചെന്നേ. ഇപ്പൊ താണ്ടെ വീട്ടിൽ കൂടെ ഓടിച്ചാടി നടക്കുന്നു. ഈശ്വര, ഇനി വാടാ ഇവിടെ ഒളിച്ചിരിക്കാതെ. അയ്യോ അയ്യോ ചേച്ചി, ഞാൻ പാവമാ, എന്നെ വിട്. അവൻ പാവമാ ദേവകിയമ്മേ, അവനെ വിട്ടേക്ക്. എന്റെ വാടക കിട്ടിയത് കൊണ്ട് ഞാൻ ക്ഷമിച്ചു. ഇതെന്താ ഇവിടെ ഒരു ബഹളം? നീ എന്താടാ കടുവ ഇവിടെ? കാരൻ സാറിന് ഇവിടെ പരിപാടിയാണല്ലേ, കൊള്ളാം. ഒരു ചാനൽ ചർച്ച കഴിഞ്ഞു വരികയാ. ചർച്ച ഞാൻ എല്ലാത്തിൻ്റെയും തൊലി ഉരിഞ്ഞു. വന്ന വഴി പാർട്ടി ഓഫീസിൽ ഒന്ന് കയറി കുറച്ച് കാശും കിട്ടി. കുട്ടപ്പാ, എൻ്റെ ചെലവിൽ എല്ലാവർക്കും ഒരു അരിഷ്ടം കൊടുക്കുക. കണാരൻ സാറിന് എന്തോ കോൾ അടിച്ച ലക്ഷണമുണ്ട്. ഇലക്ഷൻ പ്രമാണിച്ച് എന്തൊക്കെയോ കിട്ടിയ കോളുണ്ട്. ശരിയാ കുട്ടപ്പാ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ വരണേ എന്നാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന. നമ്മുടെ മരുന്നിന്റെ വില കൂടിയ വിവരം സാറിന് അറിയാമല്ലോ അല്ലേ? അതും അറിയാം, ആ മരുന്നിൻ്റെ ഉള്ളിൽ എന്താണെന്നും അറിയാം കുട്ടപ്പാ. എൻ്റെ അടുത്ത് കളിക്കല്ലേ. ഇന്നാ ഡോക്ടറെ, കാശുള്ളപ്പം ഞാൻ ലാവിഷ. ഡെയ്സി മോളെ, ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്? എന്തുവാ ഇവിടെ ആ ഒരു പന്തികേട്?
നമുക്കൊന്ന് രക്ഷപ്പെടണം കുട്ടപ്പ. എല്ലാവർക്കും ഒരു അരിഷ്ടം ഒഴിച്ചു കൊടുക്കുക, ഒരു പാട്ടും കൂടെ പറയാം, നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് ഇവിടെ പരിപാടി അല്ലേ? എനിക്ക് പണിയുണ്ടാക്കില്ലേ? ഒഴിക്കട എനിക്കും. എന്റെ പാറമാതാവേ, ചികിത്സയുടെ നാളിൽ ഇവിടെ കള്ളുകൂടിയായിരുന്നു. എന്റെ കാശ് പോയി. അയ്യോ, നമ്മുടെ അമ്മച്ചി. പട്ടാറിനും ജൂലിനും തീ പിടിച്ചേ ഓലമെടയണ ഓമന ചേച്ചിയുടെ ഓമന വീട്ടിലൊരു ഒന്ന് കയറി ഒന്നിങ്ങ തള്ള പന്തിങ്ങ തള്ള ഒന്നും പന്തും കൂടി ഒന്നും തള്ള പാലക്കാട്ടുള്ളൊരു ഹോട്ടലിൽ ചെന്നപ്പോ പേന കൊണ്ടാണ് കണക്കെഴുത്ത് പട്ടമ്പിലുള്ളൊരു പള്ളാത്തി പെണ്ണിനെ പട്ടപകലൊരു പട്ടിമന്തി